എല്ലാവർക്കും സുബീസിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നിനെയും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല, ശരിയല്ലേ? നമുക്ക് ചുറ്റും നമ്മൾ സ്ഥിരമായി കാണുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. അതിന് ഉപയോഗം എന്താണെന്നോ എത്ര വിലപ്പെട്ടതാണോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളിൽ ചിലരെങ്കിലും നിത്യേന കാണുന്ന വസ്തുക്കളിലുള്ള ചില ഹോൾസിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ഉപയോഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യം, പെന്നിൻ്റെ അടപ്പിലെ ദ്വാരം. നിങ്ങളുടെ ഫേവറേറ്റ് പെൻ ഏതാണ്? റെയ്നോൾഡ്സ്, മോണ്ടെക്സ്, ക്ലാസ്മേറ്റ്സ്, യൂണിബോൾ, ഏതുമായിക്കോട്ടെ. ചില പെന്നുകളുടെ അടപ്പിന് മുകൾ ഭാഗത്തായി ഒരു ചെറിയ ഓട്ട കാണാം. അമേരിക്കയിൽ മാത്രം ഒരു വർഷം ഏകദേശം 100ഓളം പേർ അടപ്പ് അബദ്ധത്തിൽ വിഴുങ്ങി മരിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അടപ്പ് അബദ്ധത്തിൽ വിഴുങ്ങിയാലും ശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഓട്ടയിടുന്നത്. ചെറിയ ഓട്ടയാണെങ്കിലും വലിയ വിലയാണ് ഇതിനുള്ളത്. നമ്പർ 2, പൂട്ടിലുള്ള ഓട്ട. ഏതെങ്കിലും തരത്തിലുള്ള പൂട്ട് ഉപയോഗിക്കാത്തവർ ഇന്ന് വളരെ വിരളമാണ്. ആമപ്പൂട്ടിൻ്റെയും മറ്റും അടിയിലായി തോക്കോൽ ദ്വാരം കൂടാതെ ഒരു ഉറുമ്പിന് കടന്നു പോകാൻ തക്കത്തിൽ ഒരു ഹോൾ കാണാം. എന്തിനാണിത്? ഔട്ട്ഡോറിലുള്ള പൂട്ടുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ പൂട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി ഒഴുകി പോകാൻ സാധിക്കാതെ തുരുമ്പിച്ച് പൂട്ട് കേടാകാറുണ്ട്. ഇത്തരത്തിലൊരു തുളയുണ്ടെങ്കിൽ പൂട്ടിൽ വെള്ളം നിൽക്കാതെ ഈ തുളയിലൂടെ ഒഴുകിപ്പോയിക്കോളും. മറ്റൊരു ഉപയോഗം കൂടി ഈ തുളയ്ക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂട്ടിന് ഓയിൽ ചെയ്യാനും സാധിക്കും. നമ്പർ 3, വാഷ് ബേസിൻ. നിത്യജീവിതത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് വാഷ് ബേസിൻ, അല്ലേ? പല്ല് തേക്കുമ്പോഴോ മറ്റോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടാപ്പിനടിയിലോ മറ്റോ ആയി ഒരു എക്സ്ട്രാ ഹോൾ കാണാം. ഒരു ദിവസം രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് വാഷ് ബേസിൻ്റെ ടാപ്പ് അടയ്ക്കാൻ മറന്നു എന്ന് കരുതുക. എന്തു സംഭവിക്കും? ഒന്ന് ഊഹിച്ചു നോക്കൂ. വീട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങും, അല്ലേ? എന്നാൽ നിറഞ്ഞു വരുന്ന വെള്ളം ഈ ഓവർഫ്ലോ ഹോളിലൂടെ ഒഴുകിപ്പോയിക്കോളും. നോ വറീസ്. നമ്പർ 4, ഫ്രൈയിങ് പാൻ. ഫ്രൈയിങ് പാനിൻ്റെയും മറ്റുമറ്റത്തായി പിടിക്കുന്ന ഭാഗത്ത് ഒരു തുള കാണാം. എന്തിനാണിത്? നല്ല കുക്കുകൾക്ക് പോലും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയില്ല. വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആരാണ്? അവരോടും ചോദിച്ചു നോക്കൂ. 10ൽ 9 പേരും പറയുക പാൻ തൂക്കിയിടാനാണ് എന്നാണ്. എന്നാൽ മറ്റൊരു ഉപയോഗം കൂടി ഇതിനുണ്ട്. നിങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇളക്കാത്ത സമയത്ത് നിങ്ങൾ സ്പൂൺ എവിടെ വയ്ക്കും? സ്റ്റൗവിൽ വെച്ചാൽ അതിൽ ചെളിയും മറ്റും പറ്റും, അല്ലെങ്കിൽ കറിയും മറ്റും സ്റ്റൗവിലേക്കാവും. ഇത് ഒഴിവാക്കാൻ ഇനി മുതൽ നിങ്ങൾ സ്പൂൺ ആ തുളയിൽ വെച്ചോളൂ. അടുത്തത് വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാണ്, ഉഴുന്നുവട. നല്ല മുരിഞ്ഞ ഉഴുന്നുവട ഇഷ്ടമില്ലാത്തവരെ ആരാണുള്ളത്? നല്ല ചട്നിയിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ വടയുടെ നടുഭാഗത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യ തുള എന്ന്? ഈ കാലത്താണെങ്കിൽ വടയുടെ വലുപ്പം കുറഞ്ഞു വരുന്നു, അതിനനുസരിച്ച് തുളയുടെ വലുപ്പം കൂടുകയും ചെയ്യുന്നു. വടയുടെ നടുഭാഗത്തും എണ്ണ എത്തി നല്ലവണ്ണം മുരിഞ്ഞ് വേവാൻ വേണ്ടിയിട്ടാണ് നടുഭാഗത്ത് ഇങ്ങനെ ഒരു തുളയിടുന്നത്. അവസാനത്തേത്, എയർപ്ലെയിൻ വിൻഡോവിലെ ബ്ലീഡ് ഹോൾ. ഇക്കാലത്ത് വിമാനത്തിൽ കയറാത്തവരായി ആരാണുള്ളത്? നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ വിമാനയാത്ര ചെയ്തവരോട് ചോദിച്ചു നോക്കുക. വിമാനത്തിൻ്റെ ജനൽപ്പാളിയുടെ അടിയിലായി ഒരു ഹോൾ കാണാം. ഒരു വലിയ കടമയാണ് ഇത് നിർവഹിക്കാനുള്ളത്. നമ്മൾ ഉയരത്തിലേക്ക് സഞ്ചരിക്കും തോറും വായുമർദ്ദം കുറഞ്ഞു വരും, അഥവാ പ്രഷർ കുറയും. പ്രഷർ കുറയും തോറും ഓക്സിജൻ്റെ ലഭ്യത കുറയും. ഇത് പരിഹരിക്കുന്നതിനായി വിമാനത്തിൻ്റെ ക്യാബിനുള്ളിൽ സീ ലെവൽ പ്രഷർ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ക്യാബിനിലെ പ്രഷർ നിലനിർത്തി ശ്വസനവായു ലഭ്യമാക്കേണ്ടതുണ്ട്. ഇത് പരിഹരിക്കുന്നത് വിമാനത്തിൻ്റെ എഞ്ചിനുകൾ തന്നെയാണ്. എഞ്ചിനിൽ നിന്ന് വരുന്ന വായു ചില മെഷീനുകളുടെ സഹായത്താൽ മനുഷ്യന് ഉതകുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്ത് പാസഞ്ചർ ക്യാബിനിലേക്ക് കടത്തിവിടുന്നു. ഇതിന് പറയുന്നതാണ് ബ്ലീഡ് എയർ. വിമാനത്തിന് പുറത്തുള്ള പ്രഷറും അകത്തുള്ളതും വ്യത്യസ്തമായതിനാൽ ജനൽപാളികൾക്ക് നല്ല സമ്മർദ്ദം വരും. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ദ്വാരം ഇട്ടിരിക്കുന്നത്. ഒരു ജനലിൽ ആകെ 3 പാളികളാണ് ഉള്ളത്. നടുക്കത്തെ പാളിയിലാണ് ഹോൾ ഇട്ടിരിക്കുന്നത്. ഇത് പ്രഷർ ഇക്വലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. ആദ്യമുള്ള പാളി, അതായത് യാത്രക്കാരുടെ അടുത്തുള്ള പാളി, മറ്റു 2 പാളികൾക്കും യാത്രക്കാരിൽ നിന്നും ഡാമേജ് ഒന്നും സംഭവിക്കാതിരിക്കാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും ബായ്.